عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴവും അത് നമുക്ക് ലഭിക്കണമെങ്കിലുള്ള മാധ്യമങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരാളുടെയും അമല് ഒരാളെയും സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. സ്വഹാബികൾ ഇത് പറഞ്ഞപ്പോൾ നബിയോട് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അങ്ങയെയും അമല് സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വല അന, ഇല്ല, എൻ്റെയും അമല് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു തൻ്റെ ജനതയോട് പറയാൻ പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനല്ല, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ ജനതയോട് പറയാൻ പറഞ്ഞൊരു സംഭവം തൻബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ പറയുന്നതായി കാണാൻ കഴിയും. അള്ളാഹു പറഞ്ഞു, ബശ്ശിരിൽ മുദ്നിബീൻ, ഓ ദാവൂദ് നബിയെ, അങ്ങയുടെ ജനതയിൽ നിന്നുള്ള പാപികളോട് അങ്ങ് സന്തോഷവാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷവാർത്ത? ബി അന്നി ലാ യതആലമനി ദംബുൻ, ഒരു ദോഷവും ഒരു പാപവും എൻ്റെ മുന്നിൽ വലുതല്ല. ജനത ചെയ്യുന്ന, സമൂഹം ചെയ്യുന്ന ഒരു പാപവും ഒരു തെറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലുതല്ല. എന്ന് വെച്ചാൽ അന അഗ്ഫിറുഹു, അതൊക്കെ എനിക്ക് പുറത്തു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് മാപ്പ് നൽകി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു സന്തോഷ വാർത്ത അങ്ങയുടെ ജനതയോട് പറയണം. എന്നിട്ട് പറഞ്ഞു, അന്തിരി സുദ്ദീഖീന, സുദ്ദീഖീങ്ങളായ ആളുകളോട് അങ്ങ് താക്കീത് നൽകണം. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അമലുകളെ കൊണ്ട് ധന്യമാകുന്ന സത്യസന്ധരായ, അള്ളാഹുവിനോട് സാമീപ്യം കരസ്ഥമാക്കിയ ആളുകൾ. അവരോടങ്ങ് താക്കീത് നൽകണം. ആദ്യം പറഞ്ഞത് മുദ്നിബീങ്ങളോട് ബിഷാറത്ത് നൽകണം. മുദ്നിബീങ്ങൾക്ക് അവരോട് സന്തോഷം അറിയിച്ചു കൊടുക്കണം. രണ്ടാമത് പറഞ്ഞതോ, സിദ്ദീഖീങ്ങളായ ആളുകളോട് അങ്ങ് താക്കീത് നൽകണം. അങ്ങ് അവരെ ഒന്ന് ഭയപ്പെടുത്തി അറിയിക്കണം. എന്താണ്? ലാ തഅജുബു ബി അഅമാലിഹിം, അവർ ഒരിക്കലും അവരുടെ അമലുകളെ കൊണ്ട് ഉജുബ് നടിക്കരുത്. അമലുകളെ കൊണ്ട് ഉൾനാട്യമുള്ളവരായി മാറരുത്. ഞങ്ങളൊരുപാട് അമലുകൾ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാം, ഞങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന ഒരു ഉൾനാട്യമുള്ളവരായി മാറരുത്. ഇത് ദാവൂദ് നബിയെ അങ്ങയുടെ ജനതയോട് പറയണം. കാരണം എന്താ? ഫഇന്നി ലാ അലഉ അദ്ലി വഹിസാബി അലാ അഹദിൻ ഇല്ലാ അഹ്ലകഹു, ഞാൻ നീതിപരമായി ഒരാളെ വിചാരണ നടത്തിയാൽ ഒരാളും അവൻ്റെ അമല് കൊണ്ട് രക്ഷപ്പെടൂല, അവൻ നാശത്തിലേക്ക് എത്തുന്നതാണ്. എന്ന് വെച്ചാൽ ഒരാളുടെയും അമലുകൾ ഒന്നിനും പര്യാപ്തമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾക്ക്, അവൻ ചെയ്തു തന്ന സഹായങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ഒരാൾ ജീവിതകാലം മുഴുവനും അമല് ചെയ്താൽ തന്നെ അതൊരിക്കലും അതിനോട് കടപിടിക്കുന്നതാകില്ല. അതുകൊണ്ട് സിദ്ദീഖീങ്ങൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരോട് ഉൾനാട്യമുള്ളവരായരുതേ എന്നാണങ്ങ് പേടിപ്പിച്ചറിയിക്കേണ്ടത്. അതേസമയത്തോ മുദ്നിബീങ്ങളായ പാപികളായ ആളുകളോടങ്ങ് പറയേണ്ടതെന്താ? ബഷീർ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ഒരു തെറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം വലുതല്ല, ഞാനത് പുറത്തു തരികയാണെങ്കിൽ. ഇവിടെ അമലുകൾ അമലുകൾ മാത്രം നമ്മെ രക്ഷപ്പെടുത്തൂല എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം.
അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. ഈ ഒരു കാരുണ്യം നമുക്ക് കരഗതമാകാൻ വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ ഒരുപാട് പോംവഴികൾ നമ്മുടെ മുന്നിൽ അല്ലാഹു തആലയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ റഹ്മത്ത് ലഭ്യമാകാൻ കാരണമാകുന്ന കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ചർച്ച ചെയ്യാം. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത ഒരുപാട് വെല്ലുവിളികളുമായി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിലേക്ക് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്ന ശിക്ഷകൾക്ക് ഉടനെ തന്നെ, തെറ്റുകൾക്ക് ഉടനെ തന്നെ ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കണമെന്ന്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടെങ്കിൽ ആ സയ്യിഅത്തിന് പകരം ഉടനെ തന്നെ ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചോട്ടെ എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മോട് ഇങ്ങനെ പറയുന്നതായി കാണാൻ കഴിയും. ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഖാല, സ്വാലിഹ് നബി അലൈഹി സ്വലാം ആ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനത, എൻ്റെ സമൂഹമേ, ലിമത്തസ്തഅജലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന, നിങ്ങൾ എന്തിനാണ് നന്മകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ശിക്ഷയെ ഇത്ര ധൃതി പിടിച്ച് ആവശ്യപ്പെടുന്നത്? ഒരു നന്മയും ചെയ്യാതെ നിങ്ങൾക്കുള്ള ശിക്ഷയെ എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്നിട്ട് മഹാനായ സ്വാലിഹ് നബി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ലൗല തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, ലൗല തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. അവിടെയാണ് നമ്മുടെ പോയിൻ്റ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ലൗല തസ്തഗ്ഫിറൂനല്ലാഹ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൂടെ? നിങ്ങൾ ചെയ്ത തെറ്റിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൂടെ? എന്നാലോ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരായേക്കാം, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നവരായേക്കാം. ഇവിടെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് കരുണ ലഭിക്കാൻ വേണ്ടി, തൻ്റെ ജനതയ്ക്ക് കാരുണ്യം ലഭിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാമത്തെ മാർഗം ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ ഒന്നാമത്തെ പത്തിലെന്നു മാത്രമല്ല, വിശുദ്ധ റമളാൻ വന്നതു മുതൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, ഓരോ മുഅ്മിനും അവൻ്റെ സ്വകാര്യ ജീവിതത്തിലും അവൻ്റെ പൊതു ഇടങ്ങളിലുമൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്തിഗ്ഫാർ. അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ വിശുദ്ധമായ 10 ദിനരാത്രങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് കരഗതമാക്കി തരട്ടെ. അപ്പോൾ ഒന്നാമതായി പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിക്കുക. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത മഴയില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മുകളിൽ നിന്നും കോരിച്ചൊരിയുന്ന മഴ താഴേക്ക് വർഷിപ്പിക്കും. അത് നിങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാധ്യമമാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്നെ, ദുആ ചെയ്യാതെ തന്നെ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു കോരിച്ചൊരിയുന്ന മഴ അവർക്ക് കൊടുത്തു. അപ്പോൾ ഒരു മുഅ്മിൻ ജീവിതത്തിൽ പതിവാക്കേണ്ട ഏറ്റവും നല്ലൊരു ദിക്റാണ് ഇസ്തിഗ്ഫാർ പതിവാക്കുക എന്നുള്ളത്.
അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയോട് അല്ലാഹു പറഞ്ഞത്. ദാവൂദ് നബി പറഞ്ഞത് ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഇത് വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിച്ചതാണ് സൂറത്തുൻ നംലിലെ 46-ാമത്തെ ആയത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ സ്ഥിരമായി നടത്തുന്നുവെങ്കിൽ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെയും അല്ലെങ്കിൽ സ്ഥിരമായി ഒരു നിശ്ചിത എണ്ണം വെച്ച് അള്ളാഹുവിനോട് ഏറ്റവും മഹത്തരമായ ദിക്റായ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇതൊരാൾ സ്ഥിരമായി ചൊല്ലിയാൽ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു ലികുല്ലി ലീഖിൻ മഖ്റജ, അവൻ്റെ മുഴുവൻ പ്രയാസങ്ങൾക്കും അവൻ്റെ മുഴുവൻ പ്രതിസന്ധികൾക്കും ആ ഇസ്തിഗ്ഫാർ കാരണമായി തീരുന്നതാണ്. നമുക്കൊരുപാട് പ്രതിസന്ധികൾ വരുന്നത് നമ്മുടെ തെറ്റുകൾ കാരണമായിരിക്കാം. ആ തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇസ്തിഗ്ഫാർ. അത് വർദ്ധിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജഅലല്ലാഹു തആല ലികുല്ലി ലീഖിൻ മഖ്റജ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകും. നാം ഒരാളുടെ മുന്നിൽ ഒരു തെറ്റ് ചെയ്തു, അയാൾ നമ്മോട് ക്ഷമിക്കാൻ അയാൾക്ക് താല്പര്യമില്ലെങ്കിലും നാം അയാളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ, അയാളുടെ മുമ്പിൽ നാം യാചിക്കുമ്പോൾ അയാൾ നമുക്ക് മാപ്പ് തരും. എന്നാലോ അള്ളാഹു മനുഷ്യരെക്കാളൊക്കെ എത്രയോ കരുണാനിധിയാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ചെയ്ത തെറ്റുകൾ നാം എടുത്തു പറയുമ്പോൾ അള്ളാഹു നമുക്ക് അതിന് വിതാകം നൽകും. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ടെൻഷനും അള്ളാഹു തആല മാറ്റിത്തരും. ഇസ്തിഗ്ഫാറിലൂടെ ഒരു മനുഷ്യൻ്റെ ടെൻഷൻ അള്ളാഹു തആല മാറ്റിത്തരുന്നതാണ്. അതേപോലെ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത മാർഗത്തിലൂടെ അവന് വേണ്ടതെല്ലാം അള്ളാഹു നൽകുന്നതാണ്. ഇവിടെ ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് അവൻ്റെ ഏറ്റവും വലിയ ആയുധമായ ദുആ ഇസ്തിഗ്ഫാർ, ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, നമ്മുടെ എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ വർദ്ധിപ്പിക്കുക. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ലഅല്ലക്കും തുർഹമൂൻ, നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം നമ്മളറിയാതെ വരും. അള്ളാഹു അതിനുതകുന്ന ഇബാദത്തുകളിൽ, അതിനുതകുന്ന ഇസ്തിഗ്ഫാറുകളിൽ നമ്മുടെ എല്ലാവരുടെയും ഇസ്തിഗ്ഫാറിനെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് മുസീബത്ത് വന്നാലും നമ്മൾ ക്ഷമിക്കുക, ദുരിതങ്ങൾ വന്നാൽ നമ്മൾ ക്ഷമിക്കുക. ഇതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമായി തീരുന്നതാണ്. ചെറിയ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ, ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അത് നമ്മൾ കൊട്ടിഘോഷിക്കാതെ, അള്ളാഹുവിനെ പഴിചാരാതെ, ജഗനിയന്താവിനെ കുറ്റം പറയാതെ, ഞാൻ എത്ര ഇബാദത്ത് ചെയ്തിട്ടും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല, ഇങ്ങനെ തുടങ്ങിയ ശാപവാക്കുകൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ആ ശാപവാക്കുകൾ നമുക്കെതിരായി മാറും, നമ്മുടെ പ്രതിസന്ധികളുടെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ബാക്കിയുള്ള മക്കളോട് പറഞ്ഞൊരു സംഭവം, ഫസബറുൻ ജമീൽ, ഇനി എനിക്ക് നല്ലത് ക്ഷമിക്കുകയാണ്. ഏറ്റവും പുന്നാരപ്പെട്ട മോൻ, ആ മോനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സ്വന്തം പിതാവിനോട് പറഞ്ഞു, ചെന്നായ പിടിച്ചു എന്നോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി എനിക്ക് ക്ഷമിക്കലാണ് നല്ലത്. അവിടെ പതറിയില്ല. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൻ്റെ രാജാവായി വാഴുന്നു. വളരെ കഠിനമായ വരൾച്ച ബാധിച്ചപ്പോൾ ഇവർക്കടക്കം ഭക്ഷണം കൊടുത്ത ലോകത്തെ ആദ്യത്തെ റേഷൻ സംവിധാനം കൊണ്ടുവന്ന ഈജിപ്ത്യൻ രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവായി
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി. എന്താ കാരണം? ക്ഷമ കൈവിട്ടില്ല. പ്രതിസന്ധികളിൽ നാം തളരാൻ പാടില്ല. നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന ഏറ്റവും വലിയ ഒരു മോട്ടിവേറ്റർ, ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. ഞാൻ തകരൂല, ഞാൻ തളരൂല, ഞാൻ എല്ലായ്പ്പോഴും മുന്നോട്ടേ പോവൂ, അതിജയിക്കുകയുള്ളൂ പ്രതിസന്ധികളെ. ഇങ്ങനെ ഒരു ക്ഷമ ഒരു മുസ്ലിമിനുണ്ടായാൽ അള്ളാഹു, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ അവന് കാരണമായി തീരുന്നതാണ്, ഹേതുകമായി തീരുന്നതാണ് എന്ന്. മറ്റൊന്നാണ് മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. അതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരോടെ അള്ളാഹു കാരുണ്യം കാണിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നവർക്കേ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇഹ്സാൻ, മറ്റുള്ളവർക്ക് ഗുണം കാംക്ഷിക്കുക, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക, ഇതും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഏറ്റവും ഒരു മാർഗമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ പറയുന്നത് കാണാം, ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ സൂറത്തുൽ അറാഫിലെ ഒരായത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങൾക്ക് വളരെ അടുത്താണ്. മുസ്ലിങ്ങളുടെ സാമീപ്യമുണ്ട്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ. ആ നന്മ ചെയ്യുന്നവരുടെ അരികിൽ തന്നെ, അവരുടെ സമീപത്ത് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. അപ്പോൾ കണ്ടോ, വിശുദ്ധ ഖുർആൻ അവൻ്റെ കാരുണ്യം ലഭിക്കാൻ, കരഗതമാക്കാൻ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു മാർഗമാണ് മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. വേറൊന്നാണ് ആളുകൾക്കിടയിൽ അനുരജ്ഞനമുണ്ടാക്കുക, അനുരജ്ഞന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക. വഴക്കിട്ട് കഴിയുന്നവർക്ക് ഇടയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നാം ഒരിക്കലും ആ വഴക്കിനെ കൂടുതൽ വഷളാക്കാൻ പാടില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു വീഡിയോ ഇടയാകുകയുണ്ടായി. ഒരു ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ്. രണ്ടുപേരും ധനാഢ്യന്മാരാണ്. രണ്ടുപേരുടെയും വീട് ഒരൊറ്റ കമ്പൗണ്ടിലാണ്. രണ്ടുപേരും 2 മണിമാളികകൾ പടുത്തുയർത്തി. ആ പടുത്തുയർത്തിയ മണിമാളികൾക്കിടയിൽ അവരുടെ ജീവിതയാത്രയിൽ എപ്പോഴും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരുടെ വീടിൻ്റെ നടുവിൽ ഒരു മതിൽ പണിതു. കലിപ്പ് തീരാത്ത ജ്യേഷ്ഠൻ ഇനി ഒരിക്കലും അനിയൻ്റെ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാതിരിക്കാൻ ഒരു വലിയ കുളം പണിതു. ആ കുളമുള്ളത് കാരണം രണ്ടുപേരുടെയും പരസ്പരമുള്ള ബന്ധം പാടെ വിച്ഛേദിച്ചു പോയി. ഇനി ഒരിക്കലും രണ്ടുപേർക്കും പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ കഴിയുമ്പോഴാണ് തൻ്റെ ജ്യേഷ്ഠൻ കുഴിച്ച ആ ഒരു കുളം, ആ കുളത്തിലേക്ക് തൻ്റെ മക്കൾ വീഴാതിരിക്കാൻ വേണ്ടി അനിയൻ പറഞ്ഞു, ഒരു മരപ്പണിക്കാരനെ, ഒരു ആശാരിയെ വിളിച്ചിട്ട് അനിയൻ പറഞ്ഞു, ഈ കുളത്തിൻ്റെ സൈഡിൽ നീ ഒരു മരത്തിൻ്റെ തടസ്സം മതിൽ നിർമ്മിക്കാൻ വേണ്ടി പറയുകയും, എന്നിട്ട് മരപ്പണിക്കാരനോട്, ആശാരിയോട് പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ഒരു 8 ദിവസം ഇവിടെ ഉണ്ടാവില്ല, ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ആ പണി നീ പൂർത്തീകരിക്കണം. മരപ്പണിക്കാരൻ മൂളി പണി ആരംഭിച്ചു. മരപ്പണിക്കാരൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. എന്തിനാണ് ഈ മതിൽ? അവൻ്റെ ജ്യേഷ്ഠൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ ഒന്നുകൂടെ ഞാൻ ബന്ധസ്ഥനാക്കാനാണ് ഞാൻ ഈ മതിൽ പണിയുന്നത്. ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ആൾ ചിന്തിച്ചു, എനിക്ക് തന്ന ഈ മരം ഉപയോഗിച്ച് ഞാൻ ആ കുളത്തിനു കുറുകെ ഒരു പാലം പണിതാൽ അതവർക്കിടയിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പാലമായി മാറില്ലേ? 8 ദിവസത്തിനുള്ളിൽ ആ ഭീമമായ കുളത്തിനു കുറുകെ ആ വിദഗ്ധനായ മരപ്പണിക്കാരൻ, ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ, അയാൾ വലിയ സുന്ദരമായ ഒരു പാലം നിർമ്മിച്ചു.
ആ പാലം നിർമ്മിച്ചു. ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയപ്പോൾ നിർമ്മിക്കാൻ ഏൽപ്പിച്ച മതിലിനു പകരം കാണുന്നത് തൻ്റെ ജ്യേഷ്ഠൻ പണി കഴിപ്പിച്ച കുളത്തിനു കുറുകെയുള്ള ഒരു വലിയ പാലത്തെയാണ്. മരപ്പണിക്കാരനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നി നിങ്ങൾക്കിടയിലുള്ള പിണക്കം തീർക്കാൻ ഏറ്റവും നല്ലത് ഒരു മതിലല്ല, ഒരു പാലം പണിയലാണ്. അങ്ങനെ ആ അനിയൻ തൻ്റെ ജ്യേഷ്ഠനുമായുള്ള നേരത്തെയുള്ള പിണക്കം മാറി സൗഹാർദ്ദത്തിലായി. ഈ മരപ്പണിക്കാരൻ ഒരുപാട് നന്ദികൾ പറഞ്ഞു. ഇങ്ങനെ നമുക്കും ഒരുപാട് ആളുകൾക്കിടയിലുള്ള പ്രതിസന്ധികളെ, പരിഹാരങ്ങളെ, പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാൻ വളരെ ഐഡിയപരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്കുമാവും. ഒരിക്കലും നാം ഊതി വീർപ്പിക്കരുതൊരു പ്രശ്നത്തെയും. നമ്മൾ ഇടപെടണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറ്റുള്ളവർക്കിടയിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ സാഹോദര്യം കെട്ടിപ്പടുക്കണം, നിങ്ങൾ ഇസ്ലാഹുണ്ടാക്കണം. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരു പ്രശ്നത്തെയും നിങ്ങൾ ഊതി വീർപ്പിക്കരുത്. രണ്ടാൾ തെറ്റി നിൽക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് അത് വല്ലാത്ത കൗതുകമാണ്, വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ ഹൂദിലൂടെ അള്ളാഹു തആല പറഞ്ഞു, സൂറത്തുൽ ഹുജറാത്തിലൂടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഇഹ്സാൻ ഉണ്ടാക്കണം. വത്തഖുല്ലാഹ, അതിനെതിരിൽ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇങ്ങനെ നിങ്ങൾ പരസ്പരം ഇസ്ലാഹുണ്ടാക്കിയാൽ, ഐക്യമുണ്ടാക്കിയാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കരഗതമാവാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ആജ്ഞാപിച്ച മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുക, ഐക്യമുണ്ടാക്കുക, അനൈക്യ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കുക. ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസം, ഒരു ചെലവുമില്ലാതെ, ടൈം പോലും വേസ്റ്റ് ആവാതെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറണം. അപ്പോഴേ നാം വിജയികളിൽ ഉൾപ്പെടുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. മറ്റൊന്നാണ്, കൂട്ടമായി ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കുക. ഇതിന്ന് വളരെ വ്യാപകമായ ഒരു ദുരന്തമാണ്. ഒരു ജമാഅത്തിൽ, ഒരു മഹല്ലിൽ, ഒരു സംഘടനയിൽ, ഒരു പ്രസ്ഥാനത്തിൽ എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ പേരുകൾ ആളുകൾ വിഘടിച്ച് നിൽക്കുക. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരഗതമാകാൻ തടസ്സമായി തീരുന്നതാണ്. ഒത്തൊരുമ, ഐക്യം, യദുല്ലാഹി അലൽ ജമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. അള്ളാഹുവിൻ്റെ സ്നേഹം അത് സംഘടിതമായി എവിടെ മുന്നോട്ട് പോകുന്നുവോ അവിടെയാണ് റബ്ബിൻ്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. വിഘടിച്ച് നിൽക്കാൻ പാടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഒരു കാലത്തും മഹല്ലു കമ്മിറ്റികൾ മാറാൻ പാടില്ല. ഒരാളോടുമുള്ള പക അതൊരിക്കലും ഒരു നാടിൻ്റെ ഐക്യം തകർക്കാൻ പാടില്ല. ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് അത് തടസ്സമാകുന്നതാണ്, അത് വിഘ്നം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയ്ക്കിടയിലും കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ ഒരു കൂട്ടം വിറകുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിറക് പുകഞ്ഞാൽ മതി, ബാക്കിയുള്ള വിറകുകളൊക്കെ ഈ ഒരു വിറക് കാരണം പുകഞ്ഞു പുറത്തേക്ക് ആ തീ അണഞ്ഞു പോവും. അതുകൊണ്ട് സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് വിഘടിച്ച് നിൽക്കുക, വിഘടനവാദികളായി മാറുക എന്നുള്ളത്. ഇത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്താം. അള്ളാഹു റഹ്മത്ത് കരഗതമാകുന്ന വിഷയങ്ങളിൽ നമ്മുടെ ഓരോ അമലുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.